പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 14 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലോ. ഓർത്ത് നോക്കി, എത്ര അത്ഭുതമായിട്ട് കർത്താവ് നമ്മളെ കഴിഞ്ഞ പകൽക്കാലം നടത്തി. തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ചു. ദുഷ്ടനാകുന്നവൻ്റെ പദ്ധതികളിൽ നിന്നെല്ലാം നമ്മളെ വിടുവിച്ച കർത്താവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രികാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ആമേൻ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണുന്ന പകൽക്കാലമാക്കി ഇന്നത്തെ പകൽക്കാലത്തെ മാറ്റിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവിക അനുഗ്രഹങ്ങളുടെ മഴ നമ്മുടെ മേൽ പെയ്തിറങ്ങുന്ന ഒരു പകൽക്കാലമാക്കി ഇന്നത്തെ പകലിനെ കർത്താവ് മാറ്റിയിരിക്കുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ 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 സ്തോത്രം ചെയ്യാം. നന്ദിയോടെ 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 സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത് 122 സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ, ആമേൻ, അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അവിടേക്ക് ആമേൻ ഗോത്രങ്ങൾ, യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ആമേൻ ആമേൻ ഇസ്രായേൽ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അപ്പം കർത്താവിനെ ആരാധിക്കുവാൻ കയറി ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദിന് ഭയങ്കര സന്തോഷമുണ്ടായി. ഇതുപോലെ ഇന്ന് പ്രഭാതി ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷമാണെങ്കിൽ ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും ദൈവകൃപ വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും ഒക്കെ എല്ലാവരും കാത്തുപരിപാലിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മുകളിലും സ്വർഗം തുറക്കപ്പെട്ടിരിക്കാൻ സ്തോത്രം. ഏഞ്ചൽസ് അവരെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനായിട്ട് സ്തോത്രം. രോഗശക്തികൾ ഇവരെ വിട്ടുമാറുന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഭാവിക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുന്ന, മുൻപോട്ട് വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ രോഗശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ബന്ധിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, ഒരു കാര്യങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തികമായ സകല ആവശ്യങ്ങളിലും ദൈവിക വിടുതലുകൾ ഉണ്ടാകട്ടെ. ദൈവിക അത്ഭുതങ്ങൾ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവിന് കഴിയാത്ത കാര്യമില്ലല്ലോ. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കുഞ്ഞുങ്ങളില്ലാത്ത ആമേൻ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ അത്ഭുതം നടക്കട്ടെ. എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. 10th ഗ്രേഡേഴ്സിനെയും 12th ഗ്രേഡേഴ്സിനെയും അതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എക്സാംസിൽ അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ആമേൻ ദാസീദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സഭായോഗം അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആ ഒഴുക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കാരണമായി തീരട്ടെ. താങ്ക് യു. കർത്താവ് ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ വലിയ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തെ മൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രാവിലെ ഇന്ത്യൻ സമയം 8:15 സഭായോഗം ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ശ്രദ്ധിച്ച്, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്.
കർത്താവ് പറയാം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. ഈ ദൈവമക്കളുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രിവിലേജ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും യേശുവിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ യേശു നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അർത്ഥം, നമ്മളെപ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഒരാളുകൂടെ ഉണ്ട്. അതാരാണ്? യേശുവാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്കറിയാം, അഗ്നികുണ്ഡത്തിൽ 3 ചെറുപ്പക്കാർ അഗ്നികുണ്ഡത്തിനകത്ത് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വീഴുമ്പോൾ, അല്ലെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഭാഗത്ത്, അവരുടെ 4ാമനായി അഗ്നികുണ്ഡത്തിൽ ഒരാളെ കാണുക. അവൻ്റെ മുഖം പുത്രൻ്റെ അല്ലെങ്കിൽ ദൈവദൂതൻ്റെ മുഖം പോലെ എന്ന് നമ്മൾ വായിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നില്ലെങ്കിലും എപ്പോഴും നമ്മുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ കൂടെ എപ്പോഴും യേശു നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് അതിനകത്തൊരു ഉറപ്പുണ്ട്? കാരണം ദൈവവചനം പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. കർത്താവ് വെറുതെ പറഞ്ഞതല്ല, വെറുതെ ഒരു എന്നാൽ ഞാൻ പോവാണല്ലോ ഇവർക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് പറഞ്ഞതല്ല. അങ്ങനെ ഒരു വചനമില്ല. വചനം മുഴുവനും സത്യമാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ മാറിപ്പോയാലും മാറാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമേ ഉള്ളൂ. അപ്പോൾ ആ വചനത്തിൽ പറയുക, ഞാൻ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ യേശു നിൽക്കുക. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെയും യേശു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു ഏതൊക്കെ ഭവനങ്ങളിൽ ചെന്നോ ആ ഭവനങ്ങളുടെ എല്ലാം കുറവ് തീർത്ത് കൊടുത്തിട്ടുണ്ട്. യേശു എവിടെയൊക്കെ ഉണ്ടായിരുന്നോ അവിടെയുള്ള വിഷയങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ ലിറ്ററലി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഏത് ആവശ്യത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ ആദ്യം കാണേണ്ടത് ആരെയാ? യേശുവിനെ കാണണം, യേശുവിനെ കാണണം, യേശുവിനെ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ആരോട് സംസാരിക്കും? അപ്പോൾ യേശുവിനോട് സംസാരിക്കും. വെള്ളം വീഞ്ഞാക്കി വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വീഞ്ഞു തീർന്നു പോയി, അപമാനഭാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുക. അപ്പോഴാണ് യേശു അവർക്ക് വേണ്ടി ഇടപെടുന്നത്. ഇതുപോലെ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കൂടെ യേശു നിൽക്കുന്നത് വിശ്വാസ കണ്ണാൽ കാണാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സമാധാനമുണ്ട്, ഭയമില്ല, ഹല്ലേലൂയ, സ്വസ്ഥതയുണ്ട്. കാരണം നമുക്ക് നല്ല ബോധ്യമാണ്, യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ വിഷയങ്ങൾ യേശു കൈകാര്യം ചെയ്യുമെന്ന്. ഈ രാത്രി ഈ പ്രഭാതത്തിൽ ഒരു ബോധ്യത്തിൽ, ഈ ദിവസങ്ങൾ യേശുവിൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ ഈ ഭൂമിയിലായിരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും ഒരുക്കട്ടെ. ജീസസ് ഈസ് വിത്ത് us. നമ്മുടെ കൂടെയുണ്ട് എല്ലായിടത്തും എപ്പോഴും. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, അതാണ് പറഞ്ഞത്, കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങൻ്റെ കൂടെ ഇരിക്കുന്നല്ലോ, അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. നമ്മൾ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും അവിടെ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ കൂടെ നിൽക്കുവാൻ, നമ്മളെ കൈപിടിക്കുവാൻ യേശു ഉണ്ടെന്ന ബോധ്യത്തോടുകൂടെ, ഉറപ്പോടുകൂടെ, ധൈര്യത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാം അവൻ ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യന മാറാത്തവന്, അന്ന് അത്ഭുതങ്ങളെ ചെയ്തവൻ ഇന്നും നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഓരോരുത്തർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ യേശു മതിയായവനാണ്. ആ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ധൈര്യമായിരിക്കുക. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ കൂടെ യേശുവുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ചു വരും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.